ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇന്ന് നമ്മുടെ ഫ്രണ്ടായ അജിത്തിൻ്റെ കല്യാണമാണ്. അജിത്തിൻ്റെ വീട് പടിയൂരാണെങ്കിലും അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ കല്യാണ ബസ്സിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിക്കലാണ്. നമ്മളെല്ലാവരും ബാഗൊക്കെ റെഡിയാക്കി എല്ലാവരും ബസ് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കലാണ്. അദ്രി നല്ല ഹാപ്പിയാണ്. എല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, അക്ഷയുണ്ട്, അനിഷയുണ്ട്, അദ്രിയുണ്ട്, അപ്പൂസുണ്ട്, അഖിലുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ബസ് വന്നു. എല്ലാവരും സീറ്റൊക്കെ പിടിച്ചു. അക്ഷയ്, അനിഷയും അദ്രി ഒരു സീറ്റിൽ, നേരെ ഓപ്പോസിറ്റ് സീറ്റിൽ ഞാനുണ്ട്, അഖിലുണ്ട്, അപ്പൂസുണ്ട്. അപ്പോൾ ബസ്സിൽ കയറിയിരുന്ന അടിപൊളി ബസ്സാണ്. എല്ലാവരും ബസ് പോകാൻ വേണ്ടി കാത്തിക്കലാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയ പുഴയൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലമാണ്. ബസ്സിൽ കുറേ സീറ്റ് ഉണ്ടെങ്കിലും സീറ്റ് ഫുള്ളൊന്നും ആയിരുന്നില്ല. കാരണം അങ്ങനെ ഫുൾ ആളെ എടുത്ത് പോകാനുള്ളതായിരുന്നില്ല. കാരണം അത്യാവശ്യമുള്ള കുറച്ച് ബന്ധുക്കളും പിന്നെ ചങ്ങായിമാരും മാത്രമേ ബസ്സിലുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബസ്സിൽ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ബസ് പുറപ്പെട്ടു. എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയി അടിച്ച് പൊളിച്ച് പോകാനാണ്. നല്ല വൈബ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ സൈഡിൽ നിന്ന് നിൽക്കുന്ന ഈ ചേട്ടൻ അടിപൊളിയായിരുന്നു. ഫുൾ പോസിറ്റീവ്, നല്ല വൈബുള്ള ഏട്ടനായിരുന്നു. അപ്പോൾ അപ്പൂസിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഡാൻസ് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ്റെ മെയിൻ ഹോബി തന്നെ എല്ലാവരും ഡാൻസ് കളിപ്പിക്കുക, ഫുൾ ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് പോകാൻ തന്നെയായിരുന്നു ഈ ചേട്ടൻ പറഞ്ഞത്. നല്ല പാട്ടെല്ലാം വെച്ച് എൻജോയ് ആയിട്ടാണ് എല്ലാവരും പോയത്. ഫുൾ ഹാപ്പി ആയിരുന്നു. പക്ഷേ എനിക്ക് മാത്രം ഡാൻസ് കളിക്കാൻ സാധിച്ചില്ല. എൻ്റെ കയ്യിലായിരുന്നു അദ്രി ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്രിനെ നോക്കുന്ന തിരക്കിലായതുകൊണ്ട് ഞാൻ മാത്രം ഡാൻസ് കളിച്ചില്ല. പക്ഷേ സാരമില്ല, ഞാൻ എല്ലാ ഡാൻസും കണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ ബസ് ഇങ്ങനെ പോയി. പിന്നെ വൈകുന്നേരമായി ഏകദേശം. അപ്പോൾ നല്ല ഒരു യാത്ര സമ്മാനിച്ചുകൊണ്ട് ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്രിക്ക് ഞാൻ ഓരോ കാഴ്ചകളും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷയും അനിഷയും തൊട്ടപ്പുറമുണ്ട്. പക്ഷേ വാവിയും അപ്പൂസ് എന്തോ ചർച്ചയിലാണ്, എന്തോ ഫോണിനെ കുറിച്ചുള്ള ചർച്ചയിലാണ്. ഞാനും അദ്രിയും ചെറുതായിട്ടൊന്ന് ഉറങ്ങുന്ന ലക്ഷണം കാണുന്നുണ്ട്. ചെറിയൊരു ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയായി. ബസ്സിൽ നല്ല ലൈറ്റൊക്കെ ഇട്ട് പൊളി വൈബാണ്. എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മുടെ അഖിലും അപ്പൂസും ഇപ്പോഴും ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല. അക്ഷയും അനീഷയും തൊട്ടപ്പുറമുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഈ യാത്രയിൽ ആരും ടയേർഡായിട്ടില്ല. കാരണം എന്താണെന്നറിയോ, നമുക്ക് വേണ്ടുന്ന പാക്കറ്റ് ഫുഡും വെള്ളമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ അദ്രി ഉറങ്ങി എഴുന്നേറ്റത്. അക്ഷയൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അദ്രീനെ കടത്തി വിടുകയാണ് നമ്മളപ്പുറത്തേക്ക്. ഇനിയാണ് മക്കളെ ട്വിസ്റ്റ്. സമയം 7 മണിയായി. നമ്മളെ ഫ്രണ്ട് അജിത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിന്ന് കഴിച്ചോളൂ, അതിൻ്റെ ബില്ല് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. നമ്മൾ 10-40 പേരുണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അദ്രിക്കിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ബിരിയാണി കഴിച്ചു. അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ നല്ല ഹോട്ടലുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഇവിടെ ബസ് നിർത്തിയതും ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പും ചെയ്തു തന്നത്. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ എല്ലാവരും ബിരിയാണി കഴിച്ചു. അദ്രിക്ക് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ബിരിയാണി ആയതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ നന്നായിട്ട് കഴിച്ചു ബിരിയാണി. റെസ്റ്റോറൻറ്റിൻ്റെ പേര് മലബാർ റെസ്റ്റോറൻ്റാണ്. നല്ല സർവീസും പിന്നെ നല്ല ഫുഡും ആയിരുന്നു. പിന്നെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നല്ലോണം പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുള്ള ഒരു ഹോട്ടലാണ്. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇന്ന് അക്ഷയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അക്ഷയ്ക്ക് സർപ്രൈസായിട്ട് ബർത്ത്ഡേ ട്രീറ്റ് കൊടുക്കാനായിരുന്നു നമ്മളെല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്തത്. ഇതിൻ്റെ ഡെക്കറേഷൻ്റെ എല്ലാ സാധനങ്ങളും അനിഷ ഭാഗ്യം ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് കൈമാറി. പിന്നെ കേക്ക് പാലക്കാടുള്ള അജിത്തിനെ വിളിച്ച് പറഞ്ഞ് ഓർഡർ ചെയ്ത് വെച്ചു. എല്ലാം സെറ്റാക്കി. ശരിക്കും പറഞ്ഞാൽ അക്ഷയ ഞെട്ടിപ്പോയി. ഭയങ്കര സന്തോഷമായി. അവൾ സർപ്രൈസായി. എല്ലാവരും ചേർന്ന്, ഞാനും അഖിലും അജിത്തും അനീഷയും അപ്പൂസെല്ലാം ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു സർപ്രൈസ് ട്രീറ്റ് അക്ഷയ്ക്ക് കൊടുത്തത്. അവൾ ഭയങ്കര ഹാപ്പിയായി. അക്ഷയ്ക്ക് ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടി സർപ്രൈസായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സമയത്ത് ഞാൻ കൊടുത്തു. അജിത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ടി പാലക്കാട് താമസിക്കാൻ വേണ്ടി ഒരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ പാലക്കാട് ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം. രാവിലെയായി. നമ്മളെല്ലാവരും ഒരുങ്ങി അക്ഷയൻ്റെയും അനിഷേൻ്റെയും പിന്നെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷയ അനിഷയൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്രിയുണ്ട് സൈഡിൽ നിന്നിട്ട്. എല്ലാവരും സെറ്റായി. നേരെ ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത്. രാവിലെ 8 മണിക്ക് തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് എല്ലാവരും ഇറങ്ങി. കുളിച്ച് റെഡിയായി കസവൻ്റെ മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങി. എൻ്റെ അഖിലിൻ്റെയും കളർ ഷർട്ട് സെയിം ആയിരുന്നു. അവൻ പറയുന്നുണ്ടായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു. നോക്കുമ്പോൾ വേറൊരു ഫ്രണ്ടിൻ്റെയും സെയിം കളർ ഷർട്ട്. അപ്പം നമ്മൾ മൂന്നാളും പറഞ്ഞു ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. അപ്പം നമ്മൾ ഇവിടെ എത്തി. ഇനി ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ആ ഒരു കർമ്മത്തിലേക്ക് കടക്കുകയാണ് താലിയാട്ട്. അജിത്തിന് താലിയാട്ടാനൊക്കെ നമ്മൾ കല്യാണ തലേന്നെല്ലാം പറഞ്ഞു കൊടുത്തതുകൊണ്ട് അങ്ങനെ വലിയ അവന് ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല.
അപ്പം നന്നായിട്ട് ആ കർമ്മമൊക്കെ നടക്കുകയാണ്. പാലക്കാടുള്ള പെണ്ണിൻ്റെ വീട്ടുകാർ ആൾക്കാരും ബന്ധുക്കളും അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ താലി കെട്ടി. പാലക്കാടാണ് പെണ്ണിൻ്റെ വീടെന്ന് അറിഞ്ഞത് മുതൽ എല്ലാവർക്കും പാലക്കാട് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം പാലക്കാട് എന്ന സ്ഥലത്തിനോട് എല്ലാവർക്കും പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. നമ്മുടെ പണ്ടത്തെ ആ ഗ്രാമീണ ഭംഗി, ആ നൊസ്റ്റാൾജിയിൽ നിന്ന് ഫീൽ ചെയ്യുന്നത് പാലക്കാടാണ്. അപ്പോൾ ഈ കല്യാണം എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരുന്നു. കാരണം ഈ ഒരു കല്യാണം കൂടാനും പിന്നെ കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു പ്രണയ സാഫല്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി മുതൽ അഭില അജിത്തിന് സ്വന്തമാണ്. അപ്പോൾ ഈ കല്യാണം നമ്മൾ എല്ലാവരും അടിച്ച് പൊളിച്ചു തന്നെ പറയാം. നല്ലൊരു ഫീലായിരുന്നു. ആ പാലക്കാട് ക്ഷേത്രത്തിൽ വെച്ചുള്ളൊരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിൽ ഒരു കല്യാണം നടക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ട്, ആ സത്യത്തിൽ കിട്ടുന്നുണ്ടായിരുന്നു. അജിത്തിൻ്റെ കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ആക്കിയ മുതൽ കല്യാണം വരെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്നായിരുന്നു. പാലക്കാടുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ നമ്മളൊക്കെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഒരു വലിയൊരു അമ്പലമാണ്, അത് കാണേണ്ടത് തന്നെയാണ്. ഒരു പഴമ തോന്നിക്കുന്ന ഒരു ക്ഷേത്രം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്നത് പാലക്കാടൻ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കണ്ണൂരുകാർക്ക് പാലക്കാടൻ സദ്യ എന്താണെന്ന് പറഞ്ഞാൽ അറിയില്ല. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഈ പാലക്കാടൻ സദ്യ കഴിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പാലക്കാടുള്ള പായസമാണ്. അത്രയ്ക്കിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി. ഇപ്പോൾ സമയം 2:30 അപ്പോൾ നേരെ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്, നമ്മുടെ നാട്ടിലേക്ക് കണ്ണൂരേക്ക്. ഇപ്പോൾ സമയം 6:30 വീണ്ടും കല്യാണം ചെക്കൻ്റെ വകയിലെ ട്രീറ്റാണ്. എല്ലാവരും പൊറോട്ടയും ചിക്കനും ചെമ്മീനൊക്കെ വാങ്ങി ഇനി രാത്രി 11 മണിക്ക് നാട്ടിലെത്തൂ. ഇനി വീട്ടിൽ കല്യാണ വീട്ടിൽ വേറെ പരിപാടിയൊന്നുമില്ല. നാളെയാണ് പിന്നെ റിസപ്ഷൻ. അതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ സമയം രാത്രി 8 മണി. അതിരി നല്ല മൂഡിലാണുള്ളത്. അതിരി നല്ല ഡാൻസ് കളിക്കുന്നുണ്ട്. എല്ലാവരുമായിട്ട് ബസ്സിൽ എല്ലാവരുമായിട്ട് അതിരി നല്ല കമ്പനിയായി. നല്ല ഡാൻസും നല്ല പാട്ടൊക്കെ ആയി. നല്ല അടിപൊളി വൈബായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി. അദ്രീൻ്റെ ഡാൻസോട് കൂടി പാലക്കാടൻ കല്യാണ കാഴ്ചകൾ അവസാനിക്കുന്നു. രാത്രി 11 മണിക്ക് എല്ലാവരും നാട്ടിലെത്തി. ഇന്നെനിക്ക് കല്യാണ വീട്ടിൽ യാതൊരു പരിപാടിയില്ല. നാളെയാണ് കല്യാണത്തിൻ്റെ പിന്നെ റിസപ്ഷനൊക്കെ ഉള്ളത്. വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.